യെസ്, നേരെ പാലക്കാട്ടേക്ക് പോകുകയാണ്. അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ പാലക്കാടിൻ്റെ നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട BJP നേതാവ് സ്മിതേഷ്, അദ്ദേഹം നഗരസഭാ ചെയർമാൻ്റെ കസേരയിലിരിക്കുകയാണ്. അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, വളരെ ആഹ്ലാദം നിറയുന്ന നിമിഷങ്ങൾ പാലക്കാട് നിന്ന് വരുന്നു. ഇപ്പോൾ അദ്ദേഹം ആ കസേരയിൽ ഇരുന്നിരിക്കുന്നു. പറയൂ. തീർച്ചയായിട്ടും ചരിത്രം കുറിച്ചുകൊണ്ട് പാലക്കാട് നഗരസഭയിൽ അങ്ങനെ മൂന്നാമതും BJPയുടെ ചെയർമാൻ അദ്ദേഹത്തിന്റെ കസേരയിൽ ഇരുന്നിരിക്കുന്നു. 25 വോട്ടുകളാണ് കൗൺസിലർമാരുടെ പിന്തുണയാണ് സ്മിതേഷ് എന്ന പാലക്കാട് നഗരസഭാ ചെയർമാനായ BJPയുടെ കിട്ടിയത് എന്നുള്ളതാണ്. നമുക്കറിയാം, പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് പാലക്കാട് നഗരസഭയിൽ നിന്നും BJP അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുമെന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ലീഗും SDPI-യും ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും സ്മിതേഷ് അദ്ദേഹം തന്നെ ചെയർമാനായി എത്തിയിരിക്കുന്നു. നഗരസഭയിലേക്ക് മൂന്നാമതും BJP അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും സ്മിതേഷ് അദ്ദേഹം ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് മൂന്നാമതും അങ്ങനെ പാലക്കാട് നഗരസഭയിൽ BJP അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്? ജനങ്ങൾ BJP-യിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്നാണ് ലഭിച്ചത്. നമ്മൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുള്ള എല്ലാ പ്രയത്നങ്ങളും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. കഴിഞ്ഞ 2 തവണയും ഒരുപാട് പദ്ധതികൾ, ഏകദേശം 400 കോടിയിലേറെ അമൃത് പദ്ധതി ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്ര ഫണ്ടൊക്കെ ലഭിച്ച് വലിയ വികസനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ എന്തൊക്കെയാണ് BJPയുടെ നഗരസഭയിലെ ഒരു ഉദ്ദേശങ്ങൾ? പാലക്കാട് നഗരസഭ ഏറെ ദാരിദ്ര്യം അനുഭവിച്ച 5 വർഷമാണ് കടന്നുപോയത്. 35 കോടിയോളം രൂപ പാലക്കാട് നഗരസഭയുടെ അലോട്ട്മെൻറ്റിൽ കുറവ് വരുത്തി. പക്ഷേ അത് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയിലാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. നിരവധി പദ്ധതികൾ മുഖാന്തരം നമുക്ക് സ്പെഷ്യൽ അസിസ്റ്റൻസ്, അതുപോലെ അമൃത് പദ്ധതിയെല്ലാം നമുക്ക് ഫണ്ട് ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ സാസ്കി പ്രൊജക്ട് നമുക്ക് 140 കോടി ഫസ്റ്റ് സ്റ്റേജ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. വലിയൊരു സഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. നഗരസഭയുടെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ പറഞ്ഞിരുന്നു, പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വർഷവും അവതരിപ്പിക്കും, അതുപോലെ തന്നെ 5 വർഷത്തെ വികസനം സംബന്ധിച്ച ബ്ലൂ പ്രിൻ്റ് അവതരിപ്പിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും സമഗ്രമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് നമ്മൾ പ്രഖ്യാപനം നടത്തും. അതിന് പുറമെ നമ്മൾ പ്രതിവർഷം നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ എന്താണ് നിജസ്ഥിതി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന സംവിധാനം നമ്മുടെ ഭാഗത്തുണ്ട്. കോൺഗ്രസും CPM-ഉം പാലക്കാട് നിന്നും BJP അധികാരത്തിൽ നിന്ന് മാറ്റുന്ന ഉള്ള ഒരു ലക്ഷ്യത്തോടു കൂടി അവരൊന്നിക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി, SDPI-യും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് BJP അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് എന്ത് തരത്തിലും അവർ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനുള്ളൊരു തിരിച്ചടി കൂടെയല്ലേ? 100% അവരുടെ പ്രഖ്യാപന നിലപാടാണ് BJP ഒറ്റപ്പെടുത്തുന്നുള്ളത്. പക്ഷേ ഇത് ജനവിധി അവർ മാനിക്കണം. ജനങ്ങളുടെ അഭിപ്രായം BJPക്ക് അനുകൂലമാണ്. അത് മാനിച്ചുകൊണ്ട് 5 വർഷം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവർ പങ്കാളികളാവണമെന്നാണ് പറയാനുള്ളത്. വികസനം തന്നെയാണ് BJP ഏതായാലും ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പല്ലേ? പൂർണ്ണമായിട്ട് വികസന കേരളം എന്നുള്ള നമ്മുടെ സംസ്ഥാന പാർട്ടിയുടെ കാഴ്ചപ്പാടിനൊപ്പമാണ് പാലക്കാട് നഗരസഭ ചിരിക്കുന്നത്. പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സണായ പ്രമീള ശശിധരൻ കൂടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു നിമിഷം എങ്ങനെയാണ്? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. പാലക്കാട് നഗരസഭ കഴിഞ്ഞ 10 വർഷം BJP ജനങ്ങൾ അർപ്പിച്ച ആ വിശ്വാസം വളരെ നന്നായിട്ട് നിലനിർത്തിക്കൊണ്ട് സ്മിതേഷ് പോവും എന്നുള്ള നല്ല ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള വികസന പ്രവർത്തനങ്ങൾ, പുതിയ ഐഡിയാസ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ചെയർമാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നതിനൊപ്പം എല്ലാവിധ സപ്പോർട്ടും സഹകരണവും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുമെന്ന് ഞാൻ അർപ്പിക്കുകയാണ്. പ്രസിഡന്റും കൗൺസിലറും കൂടെ ശശികുമാർ കൂടെ ചേരണം. എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ 25 കൗൺസിലർമാരും ഒറ്റക്കെട്ടായി ചെയർമാനെ പിന്തുണച്ചുകൊണ്ട് ഒരു സമഗ്രമായിട്ടുള്ള വികസനം പാലക്കാട് ഉണ്ടാകുമെന്നുള്ളത്? തീർച്ചയായും ഞങ്ങൾ വികസനം നടത്തിയതിൻ്റെ ഒരു ജനവിധിയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. 10 വർഷക്കാലം പാലക്കാട് നടപ്പിലാക്കിയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുള്ള ഒരു അംഗീകാരമാണ് തന്നിട്ടുള്ളത്. സംഘടന ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. വലിയ ചരിത്ര വിജയമാണ് ഉണ്ടായത്. പല വാർഡുകളിലും ഇടതുവശവും വലതുവശവും BJP സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ കൈകോർത്തപ്പോഴും BJP വ്യക്തമായ ഭൂരിപക്ഷം നേടിക്കൊണ്ട് അധികാരത്തിൽ വന്നത് വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് പാർട്ടി കാണുന്നത്. ഏതായാലും BJPയുടെ മുതിർന്ന കൗൺസിലറായ നടേശൻ, അദ്ദേഹം കൂടെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇത്തവണ മത്സരിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹവും ആരോഗ്യകരമായ പ്രശ്നങ്ങൾ കാരണമാണ് അദ്ദേഹം മത്സരിക്കാതിരുന്നത്. ഇപ്പോൾ അദ്ദേഹവും ചെയർമാനെ അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് 2 വാക്ക് ചോദിക്കാം. എങ്ങനെയാണ് കാണുന്നത് നഗരസഭയിൽ അങ്ങനെ തുടർച്ചയായ മൂന്നാമതും അധികാരത്തിലെത്തുക? ഇതൊരു വലിയൊരു പാലക്കാട് നഗരത്തിൻ്റെ ഒരാവശ്യമാണ്. സ്മിതേഷിനെ സംബന്ധിച്ചിടത്തോളം, ബഹുമാനപ്പെട്ട ചെയർമാനെ സംബന്ധിച്ചിടത്തോളം ഇവർ തുടങ്ങി വെച്ച ഒട്ടനവധി പ്രവർത്തനങ്ങൾ, ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കുന്ന സമയത്ത് എന്താണ് ഈ എന്ത് വകുപ്പാണ്, ആരോഗ്യവകുപ്പ്, എന്താണ് ഈ ആരോഗ്യവകുപ്പിൻ്റെ അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ കാണിച്ചു തന്നൊരു മഹത് വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ 100% ഇപ്പം 140 കോടി രൂപ അങ്ങാടി വികസനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ എല്ലാം ഇടപെട്ട് ചെയ്തിട്ടുണ്ട്.
രണ്ടാമത് ഒരു 400 കോടി രൂപ കൂടി വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. ഇപ്പോൾ മൊത്തം 600 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വലിയ